എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അനു വർഗീസ്. ഞാൻ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജാണ്. TB നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ക്ഷയരോഗം നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു രോഗമാണ്. പലരുടെയും വിചാരം ക്ഷയരോഗം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ ക്ഷയരോഗം ഇപ്പോഴുമുണ്ട്. നമ്മളുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷയരോഗം 2025 നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ആരോഗ്യ വകുപ്പിനോട് സഹകരിച്ചുകൊണ്ട് ഒരു 100 ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ 100 ദിന കർമ്മ പരിപാടിയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ക്ഷയരോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് എന്താണ് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അത് പൂർണ്ണമായിട്ടും അത് ഭേദമാക്കപ്പെടാവുന്ന ഒരു രോഗമാണെന്നും നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും മരണം വരെയും തടയാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം താഴേക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ഷയരോഗം സംശയിക്കുന്നവർക്കെല്ലാം അതിൻ്റെ വേണ്ട പരിശോധനകൾ കഫപരിശോധനയിലൂടെയും എക്സ്റേയിലൂടെയും മറ്റ് ബയോപ്സി സംവിധാനങ്ങൾ വേണമെങ്കിൽ അതിൽ കൂടിയും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പരിശോധനകളുടെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ക്ഷയരോഗം ശ്വാസകോശത്തെയും ശ്വാസകോശ ഇതര ശരീര അവയവങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കുവാനുള്ള പരിശോധനകളാണ് നമ്മളതിന് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ കൂടി നിങ്ങളെല്ലാവരും ഈ നാനാതുറയിലുള്ള നിങ്ങളോടെല്ലാമുള്ള ഒരു അഭ്യർത്ഥന, ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും സജീവ പങ്കാളികളാകണമെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിക്ഷയ് മിത്ര ആകാൻ സാധിക്കും. നിക്ഷയ് മിത്ര എന്ന് പറഞ്ഞാൽ ക്ഷയരോഗബാധിതരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾക്കോ അവർക്ക് വേണ്ടിയ ഭക്ഷണം, അവർക്ക് വളരെ പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ആവശ്യമുള്ളത്. അപ്പോൾ അവർക്ക് അത് നൽകുവാൻ വേണ്ട ധനസഹായം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഈ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയിൽ നിങ്ങൾ നിക്ഷയമിത്രയായിട്ടും അല്ലാതെയും നിങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.